Hi dear students, Trigonometry എന്നുള്ള ചാപ്റ്റർ നമ്മൾ തുടങ്ങുകയാണ്. അരിത്മെറ്റിക് സീക്വൻസ് സെക്കൻഡ് ഡിഗ്രി ഒക്കെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLCക്ക് ഒരുപാട് മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് ഈ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ട്രിഗ്നോ ആ വേർഡിൻ്റെ മീനിങ് ട്രയാങ്കിൾ എന്നാണ്, മെട്രി മെഷർമെൻറ്റ് എന്നാണ് മീനിങ്. അപ്പോൾ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളുമായി റിലേറ്റ് ചെയ്ത മെഷർമെൻറ്റ്സിനെ കുറിച്ച്, ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട ഏരിയ അതുപോലെ പെരിമീറ്ററൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സൈഡ്സൊക്കെ കണ്ടുപിടിക്കാനുള്ള, രണ്ട് സൈഡ് തന്നാൽ എങ്ങനെ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കും, അത്തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് മെയിൻ. അപ്പോൾ നമുക്ക് ഈ ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുള്ളതെന്ന് ആദ്യം നോക്കാം. ആദ്യം തന്നെ നമുക്ക് 2 types ഓഫ് ട്രയാങ്കിൾസ് ആണ് നോക്കാനുള്ളത്. 2 ടൈപ്പ് ട്രയാങ്കിളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കേണ്ടത്. ഒന്നാമത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ. ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഒരു ആംഗിൾ 90 ആണ്, രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കിതിന് ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നതിന് പകരം 45-45-90 ട്രയാങ്കിൾ എന്ന് പറയാം. 45-45-90 ട്രയാങ്കിൾ. രണ്ട് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് നമുക്കതിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയാം. ബേസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ്സ് ആർ ഈക്വൽ. അവിടെ നിൽക്കട്ടെ, ഡീറ്റെയിൽഡായി നമുക്ക് പറയാം. രണ്ടാമത് നമ്മൾ പഠിക്കാനുള്ളത് ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ. നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മൂന്നും സൈഡ്സും ഈക്വലായ ട്രയാങ്കിളാണ് ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ. അതോടൊപ്പം തന്നെ 3 ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? 3 ആംഗിൾസ് 60 ഡിഗ്രി ആയിരിക്കും. ഈ ട്രയാങ്കിളിനെ കട്ട് ചെയ്തിട്ട് മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു ആംഗിൾ 60, ഒരു ആംഗിൾ 30 ആയിട്ടുള്ള ട്രയാങ്കിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ട്രയാങ്കിൾ 30-60-90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ 30-60-90 ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾസിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അതിന് പ്രോബ്ലംസും കാര്യങ്ങളും നോക്കിയിട്ട് ബാക്കി പറയാം. പിന്നെ നമുക്ക് ഈ ട്രയാങ്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ളത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ, കോസ്, ടാൻ, 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉണ്ട്. നമുക്ക് 10-ൽ 3 പഠിക്കാനുള്ളൂ, സൈൻ, കോസ്, ടാൻ. ഈ 3 ട്രിഗ്നോമെട്രിക് റേഷ്യോയുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിളായ 45-45-90 ട്രയാങ്കിളിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളുണ്ട് നോക്കാം. ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45-45 ട്രയാങ്കിളാണ് ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ഇതിൻ്റെ ബേസും ആൾട്ടിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കുമെന്നും, ഹൈപ്പോട്ടന്യൂസ് ആണിത്, ഇതറിയാലോ അല്ലേ? ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ഈ 3 സൈഡ്സും തമ്മിൽ റിലേഷൻ എന്താ നോക്കാം. ബേസ് 3 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. ഈ ട്രയാങ്കിളിൻ്റെ ബേസ് 3 എന്ന് കൊടുത്തു. അപ്പോൾ ഏതൊരു കുട്ടിയും പറയും 45-ന് ഈക്വൽ 3 ആണെങ്കിൽ ഇവിടുത്തെ 45-ന് ഈക്വൽ 3 ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ബേസും ആൾട്ടിറ്റ്യൂഡും ഈക്വൽ എന്ന് നമ്മൾ പറയുന്നത്. ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും? ശരിക്കും നമ്മൾ ചെറിയ ക്ലാസ്സിൽ എങ്ങനെയാണ് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ തന്നെ എഴുതി. ബേസ് 3 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് 3 സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ 9 പ്ലസ് 3 സ്ക്വയർ 9. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു 18. സ്ക്വയർ ഈക്വലിൻ്റെ അപ്പുറം പോകുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 18. 18ൻ്റെ റൂട്ട് എത്രയാണ്? എങ്ങനെയാണ് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്തോളൂ. 18-ൽ എത്ര കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ? 2 കൊണ്ട് ചെയ്യാം. 18-ൽ 2 9. ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകളാണെങ്കിൽ 2 കൊണ്ട് ചെയ്യുക, ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 3 കൊണ്ട് ചെയ്യുക. 9 വന്നാൽ എത്ര കൊണ്ട് ചെയ്യും? 3 കൊണ്ട് ചെയ്യാം. 9-ൽ 3 3 കൊണ്ട് ചെയ്താൽ 3-ൽ 3 1.
2 തവണ 3 വന്നു, 1 തവണ എടുക്കുക, 1 തവണ വന്ന 2 റൂട്ടിനുള്ളിൽ എഴുതുക. അങ്ങനെ 18ൻ്റെ റൂട്ട് നമുക്ക് 3√2 എഴുതാം. അല്ല എങ്കിൽ ഒരു മെത്തേഡ് ഞാൻ പറയാം, ശ്രദ്ധിക്കുക. റൂട്ട് 18 എന്ന് പറഞ്ഞാൽ 9 × 2 അല്ലേ റൂട്ട് 18? 2 9 18 അല്ലേ? അങ്ങനെ എഴുതുക. ഒരു റൂട്ടുള്ള സംഖ്യ ആയിരിക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു നമ്പർ 6 × 3 18 ആണ്. 6നും 3ക്കും റൂട്ടില്ല, അതുകൊണ്ട് അത് എഴുതരുത്. ഒന്ന് റൂട്ടുള്ളതും ഒന്ന് റൂട്ടില്ലാത്തതും എഴുതണം. റൂട്ട് 9 × 2 ആണ് റൂട്ട് 18 എന്ന് പറയുന്നത്. അതിൽ 9 റൂട്ടുണ്ട്, 2ക്ക് റൂട്ടില്ല, അത് റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ എഴുതുക. 3√2 എന്ന് നിങ്ങൾക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇപ്പോൾ നിങ്ങൾ എന്നാണ് നിങ്ങൾക്ക് ഒരു ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസും ആൾട്ടിറ്റ്യൂഡ് ഹൈപ്പോട്ന്യൂസും തമ്മിലുള്ള റിലേഷൻ കിട്ടിയതെന്ന് ചോദിച്ചാൽ, ബേസ് എത്രയാണോ അത് തന്നെയാണ് ആൾട്ടിറ്റ്യൂഡ്. ബേസ് അതിൻ്റെ കൂടെ √2 ഇട്ട് കഴിഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ് കിട്ടുന്നുണ്ട്. ബേസിൻ്റെ കൂടെ √2 ഇട്ടാൽ ഹൈപ്പോട്ന്യൂസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ 45 45 90 ട്രയാങ്കിൾ ബേസ് 1 ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് 1, ഹൈപ്പോട്ന്യൂസ് 1√2 അല്ലെങ്കിൽ √2 എന്ന് എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഒരു ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് ഈസ് ടു, ബേസ് മൊത്തത്തിൽ എഴുതുന്നില്ല, ഞാൻ ബീന്നേ ഇട്ടിട്ടുള്ളൂ. ബേസ് ഈസ് ടു, ആൾട്ടിറ്റ്യൂഡ് ഈസ് ടു, ഹൈപ്പോട്ന്യൂസ് ഈക്വൽ ടു 1:1:√2 അല്ലേ? ബേസ് 1 ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് 1, ഹൈപ്പോട്ന്യൂസ് √2, 1:1:√2. ബേസ് ഈസ് ടു, ആൾട്ടിറ്റ്യൂഡ് ഈസ് ടു, ഹൈപ്പോട്ന്യൂസ് 1:1:√2 ആണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ, ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് ഈസ് ടു, ആൾട്ടിറ്റ്യൂഡ് ഈസ് ടു, ഹൈപ്പോട്ന്യൂസ് 1:1:√2. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഒരു സൈഡ് തന്നാൽ ബാക്കിയുള്ള സൈഡുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതൊക്കെയാണ് ഇനി നോക്കാനുള്ളത്. നോക്കാം. ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എക്സാമ്പിൾ ഞാൻ ചെയ്തു തരാം. അതിൻ്റെ മുമ്പ് കുറച്ച് സിമ്പിളായി ഇതെങ്ങനെ കണ്ടുപിടിക്കാം അതാണ് നമുക്ക് ആവശ്യം. സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിളുടെ, അതുപോലെ തന്നെ 30 60 90 ട്രയാങ്കിളുടെ സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു സൈഡ് തന്നാൽ മറ്റ് 2 സൈഡുകളും കാണാൻ കഴിയണം. കാരണം ഈ ചാപ്റ്ററിനേക്കാളും ഇതിൽ ക്വസ്റ്റ്യൻസ് വരാറ്, റേഷ്യോ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് വരാറ് നെക്സ്റ്റ് ചാപ്റ്റർ കോർഡിനേറ്റ്സിലാണ്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റെപ്പ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആൻസർ മാത്രമേ മതി. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഞാൻ സ്റ്റെപ്പ് യൂസ് ചെയ്ത് കാണിക്കാം. ബേസ് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡും 3 ആണെന്ന് കണ്ടു. ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് 5 ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് 5, ബേസ് 10 ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് 10. അപ്പോൾ ഇത് 2 ഈക്വൽ ആണെന്നുള്ളത് മനസ്സിലായി. ബേസും ആൾട്ടിറ്റ്യൂഡ് എത്രയാണോ അതിൻ്റെ കൂടെ √2 ഇട്ടാൽ ഹൈപ്പോട്ന്യൂസ് കിട്ടുകയായി. ഒന്നുകൂടി, ഒരു റൈറ്റ് ആംഗിൾ ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ബേസ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡും 5 സെൻറ്റിമീറ്റർ, ഹൈപ്പോട്ന്യൂസ് 5√2, 5√2 ചേർത്ത് കൊടുത്താൽ പോരെ. അടുത്ത് ഒരു ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ബേസ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡും 10, ഹൈപ്പോട്ന്യൂസ് 10√2. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസ് ഞാൻ തരാം 5√2. അപ്പോൾ ബേസും ആൾട്ടിറ്റ്യൂഡും ഈ √2 ഒഴിവാക്കിയാൽ മതി. 5 5. ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസ് 10√2 ആണെങ്കിൽ ബേസും ആൾട്ടിറ്റ്യൂഡും 10 10. ഇനി ഇവിടെ റൂട്ടില്ലാത്ത നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതൊരു എക്സാമ്പിളായി പറയാം. 10 മാത്രം വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ ശരിക്കും റൂട്ട് വേണം, ഹൈപ്പോട്ന്യൂസിൻ്റെ കൂടെ റൂട്ട് വേണമല്ലേ, അതല്ലേ നമ്മൾ കണ്ടത്. അത് എങ്ങനെയാണ് ആ റൂട്ട് അപ്പോൾ പോയത് നോക്കാം. 10 ആണെങ്കിൽ 10/√2, ഇവിടെ ബൈ ആയി എഴുതിയാൽ മതി ബേസും ആൾട്ടിറ്റ്യൂഡ്. ഇനി 10/√2 എഴുതുന്നതിനേക്കാൾ നല്ലത്, ഇറാഷണൽ ഫോമിൽ എഴുതുന്നതിനേക്കാൾ നല്ലത് നമുക്ക് റാഷണൽ ആക്കാം. എങ്ങനെയാണ് ചോദിച്ചാൽ, ഈ 10/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. താഴെ റൂട്ട് വന്നാൽ താഴെ മുകളിൽ റൂട്ട് കൊണ്ട് ഇൻറ്റു ചെയ്യാറുണ്ട്. 10 × √2 10√2, √2 × √2 വെറും 2. √2 × √2 എങ്ങനെ 2 ആയത്? √2 × √2, √2 × √2 √4 എന്ന് എഴുതും നിങ്ങൾ. 4ൻ്റെ റൂട്ട് 2 അല്ലേ, അപ്പോൾ √2 × √2 വെറും 2 എന്ന് വേഗം എഴുതിയാൽ പോരെ. √3 × √3 3 എന്ന് എഴുതിയാൽ പോരെ. 10ൽ 2 5, 5√2 എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. 10നെ 5√2. ഹൈപ്പോട്ന്യൂസ് തന്നാൽ അതിൻ്റെ ഹാഫ് ആക്കുക, അതിനുശേഷം √2 ഇട്ടാൽ ബേസും ആൾട്ടിറ്റ്യൂഡും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത് സ്റ്റെപ്പായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം.
ഈ ഐസോസിലസ് ട്രയാങ്കിൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് നോക്കാം. സ്റ്റെപ്പ് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഒരു ട്രയാങ്കിൾ ഞാൻ തന്നു ABC. ഒരു ട്രയാങ്കിളിൻ്റെ പേര് ABC. ഈ ട്രയാങ്കിളിന് ഞാൻ ബേസ് തന്നു 3 സെൻറ്റിമീറ്ററിന് തന്നു. എങ്ങനെയാണ് മറ്റ് രണ്ട് സൈഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു ബേസ് ഈസ് ടു ആൾട്ടിറ്റ്യൂഡ് ഈസ് ടു ഹൈപ്പോട്ന്യൂസ് ഈക്വൽ ടു 1:1:√2 ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതാണ് ഇനി ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബേസ് ആരാ? BC ഈസ് ടു ആൾട്ടിറ്റ്യൂഡ് AB ഈസ് ടു ഹൈപ്പോട്ന്യൂസ് AC ഈക്വൽ ടു 1:1:√2 എന്ന് എഴുതി. ബേസ് ഈസ് ടു ആൾട്ടിറ്റ്യൂഡ് ഈസ് ടു ഹൈപ്പോട്ന്യൂസ് ഈക്വൽ ടു 1:1:√2. ഇവിടെ നമുക്ക് BC അറിയാം 3, മറ്റേത് രണ്ടും അറിയൂല. അത് അതുപോലെ തന്നെ എഴുതി ഈക്വൽ ടു 1:1:√2. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? 2 റേഷ്യോ എടുത്ത് എഴുതണം. ഒന്ന് നമുക്ക് അറിയുന്നതും ഒന്ന് കണ്ടുപിടിക്കാനുള്ളതും. അപ്പോൾ ഒന്നാമത്തും രണ്ടാമത്തും അല്ലേ, 3:AB. ഇവിടെ ഒന്നാമത്തും രണ്ടാമത്തും എടുത്താൽ ഈക്വലിൻ്റെ അപ്പുറത്തും ഒന്നാമത്തും രണ്ടാമത്തും 1:1. കാരണം ഇതിന് കറസ്പോണ്ടിങ് വാല്യൂസ് അല്ലേ അവിടെ ഉണ്ടാവുക. ഒന്നാമത്തെ 3ക്ക് കറസ്പോണ്ടിങ് ആണ് 1, ABക്ക് കറസ്പോണ്ടിങ് ആണ് 1. ഈ 1:1 ഒന്നും സാധാരണ ആരും ചെയ്യാറില്ല. കാരണം ഇത് 3 ആണെങ്കിൽ ഇതും 3 തന്നെ എഴുതിയാൽ മതി. എന്നാൽ ഇത് എങ്ങനെ ചെയ്യാന്നുള്ള സ്റ്റെപ്പ് മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഈസ്റ്റു നിങ്ങൾക്ക് ബൈ ആക്കാം. 3:AB എന്നുള്ളത് 3/AB എന്ന് എഴുതാം. ഈക്വൽ ടു 1:1 എന്നുള്ളത് 1/1. 1 × 3 3 ഈക്വൽ ടു 1 × AB. അപ്പോൾ നോക്കൂ, AB ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് AC കണ്ടുപിടിക്കണം. നമ്മുടെ റേഷ്യോയിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഞാൻ ഒന്നാമത്തതും മൂന്നാമത്തതും, കാരണം എനിക്ക് AC കിട്ടണം, AC എന്നുള്ള സൈഡ് കിട്ടണം. തന്നത് 3 ആണ്. 3 AB ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒന്ന് തന്നതും ഒന്ന് കണ്ടുപിടിക്കാനുള്ളതും. 3:AC ഈക്വൽ ടു ഒന്നാമത്തതും മൂന്നാമത്തതും. ഇവിടെയും അതിന് കറസ്പോണ്ടിങ് ആയ വാല്യൂസ് എടുക്കുക. ഒന്നാമത്തതും മൂന്നാമത്തതും 1:√2. ഇത് നിങ്ങൾക്ക് ആൻസർ എത്രയോ വേഗം പറയായിരുന്നു അല്ലേ. ഇത് 3, ഇത് 3, ഇത് 3√2. പക്ഷെ എങ്ങനെ സ്റ്റെപ്പ് യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. 3:2 എന്നുള്ളത് ബൈ ആക്കാം. 3:AC എന്നുള്ളത് 3/AC ഈക്വൽ ടു 1:√2 1/√2. 3 × √2 3√2 ഈക്വൽ ടു 1 × AC. ഇത്രയേ ഉള്ളൂ, 3√2. ക്ലിയർ ആയോ? അപ്പോൾ ബേസ് തന്നാൽ ആൾട്ടിറ്റ്യൂഡും അതുപോലെ തന്നെ എഴുതാം. ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാനേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ 5 ആണെങ്കിൽ 5/2. അങ്ങനെ കുറച്ച് പറഞ്ഞ് ശീലിക്കുക. 10 ആണെങ്കിൽ 10/2. 45 ട്രയാങ്കിളിൽ ബേസ് 10 ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് 10, ഹൈപ്പോട്ന്യൂസ് 10√2. ഹൈപ്പോട്ന്യൂസ് 10√2 ആണെങ്കിൽ ബേസും ആൾട്ടിറ്റ്യൂഡും 10. ഇത് നിങ്ങൾ പറഞ്ഞ് ശീലിക്കുക. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. അവസാനത്തെ എക്സാമ്പിൾ ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ എന്നുള്ള ഒരു ടോപ്പിക്ക് മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ എല്ലാം കൂടി പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ടോപ്പിക് വൈസ് പറയുമ്പോൾ നിങ്ങളത് നിർബന്ധമായും പഠിക്കാൻ നോക്കണം. ഞാനൊരു ട്രയാങ്കിൾ എടുത്തു PQR. ബേസ് QR, ആൾട്ടിറ്റ്യൂഡ് PQ, ഹൈപ്പോട്ന്യൂസ് ഞാൻ 10 തരാം. നോക്കൂ, സിമ്പിളായിട്ടൊന്ന് പറഞ്ഞേ. 10 ആണെങ്കിൽ 5√2. ഇനി അങ്ങനെയല്ല, 10ൻ്റെ ഹാഫ് എടുത്തിട്ടാണ് √2 ചേർത്ത്. അങ്ങനെയല്ല, ഇതെങ്ങനെ ചെയ്യാം? 10/√2 അങ്ങനെ വേണമെങ്കിൽ എഴുതാം. പക്ഷേ ഈ ഇറാഷണൽ ഫോമിൽ സാധാരണ മാത്സിൽ ആൻസർ എഴുതാൻ പാടില്ല. 5√2 എഴുതുക. 10ൻ്റെ പകുതി 5, അതിൻ്റെ കൂടെ √2, അല്ലെങ്കിൽ 10/√2. ഇനി ഇതെങ്ങനെയാണ് പ്രോബ്ലമായി ചെയ്യേണ്ടത് നോക്കാം നമുക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ബേസ് ഈസ് ടു ആൾട്ടിറ്റ്യൂഡ് ഈസ് ടു ഹൈപ്പോട്ന്യൂസ് ഈക്വൽ ടു 1:1:√2 എഴുതുക. ബേസ് ആരാ? QR ഈസ് ടു ആൾട്ടിറ്റ്യൂഡ് ആരാ? PQ ഈസ് ടു ഹൈപ്പോട്ന്യൂസ് 10 ഈക്വൽ ടു 1:1:√2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് QR ഓ PQ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഞാൻ QR കണ്ടുപിടിക്കാം. കാരണം എന്താ? ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് തന്നെയല്ലേ മറ്റേതും കൊടുക്കുക. ഞാൻ QR കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റത്തും തന്നത് ലാസ്റ്റത്തും. QR ഈസ് ടു 10 ഈക്വൽ ടു ഫസ്റ്റും ലാസ്റ്റും അല്ലേ, ഫസ്റ്റും ലാസ്റ്റും 1:√2. QR ഈസ് ടു 10നെ QR/10 എഴുതാം. ഈക്വൽ ടു 1:√2നെ 1/√2. QR ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. QR അതുപോലെ എഴുതി വെച്ചു. 1 × 10 എത്ര? 10. 10/√2. 1 × 10 10.
10/√2. ഈ √2 താഴെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? അത് ആൻസറായി 10/√2. ഇവിടെയും 10/√2 എഴുതിയാൽ മതി, കഴിഞ്ഞു. പക്ഷേ ഇറാഷണലിനെ റാഷണൽ ആക്കണം. എന്താ വഴി? √2 കൊണ്ട് താഴെയും മുകളിലും ഇൻഡ്യൂ ചെയ്യാം. 10 × √2 10√2 ബൈ √2 × √2 10 ൽ 2 5 over √2. ഓക്കെ, 5√2. ഒരു സൈഡ് 5√2 കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ സൈഡ് 5√2 എഴുതാം. നമ്മൾ പഠിച്ച ടോപ്പിക് ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ ഓർ 45 45 90 ട്രയാങ്കിൾ. ബേസ് എത്രയാണോ 5 ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡും 5, ഹൈപ്പോട്ന്യൂസ് 5√2. ഇത്രയേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ. 10√2 ഹൈപ്പോട്ന്യൂസ് തന്നാൽ 10√2 വന്നാൽ 10 വെറും 10 ആണെങ്കിൽ 10/√2 10/√2. ഇത്രേ ഇവിടെ പഠിക്കാനുള്ളൂ. സ്റ്റെപ്പ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് എവിടെയും ആവശ്യം വരില്ല, കാണാതെ ചെയ്യേണ്ടി വരും നിങ്ങൾ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം മറ്റൊരു ടോപ്പിക്കുമായിട്ട്. താങ്ക് യു.